കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ ഇപ്പോൾ വിരൽത്തുമ്പിലെ വിസ്മയം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നാദിർ ഷാ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന വിരൽത്തുമ്പിലെ വിസ്മയത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മറന്നുപോയ ഏത് പാസ്വേഡും ഈസിയായി നമുക്ക് വീണ്ടെടുക്കാം. എന്തൊക്കെയാണ് ഇതിനുള്ള മാർഗങ്ങൾ? ഇന്നത്തെ ഇന്റർനെറ്റ് യുഗത്തിൽ നമ്മുടെ എല്ലാം ആദ്യത്തെ വിലാസം ഇമെയിൽ അഡ്രസ് ആണെന്ന് പറയാം. എന്തിനും ഏതിനും ലോഗിൻ ചെയ്യണമെങ്കിൽ ഇമെയിൽ ഐ ഡി കൂടിയേ തീരൂ. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ഇന്ന് പലർക്കും ഇമെയിൽ ഐ ഡി സ്വന്തമായി ഉണ്ടായിരിക്കും. ഏത് സേവനവും ഓൺലൈൻ ആകുന്ന ഇക്കാലത്ത് ഇമെയിൽ ഐ ഡിയുടെ പ്രാധാന്യം ഏറെ വലുതാണ്. അങ്ങനെയുള്ള ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് നാം മറന്നുപോയാലോ? എല്ലാവർക്കും പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് ഇത്. ഒരു തവണ ലോഗിൻ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങിയാൽ പിന്നീട് ചിലപ്പോൾ പാസ്വേഡ് ഉപയോഗിക്കേണ്ട ആവശ്യം ചിലർക്ക് വരുന്നില്ല. അങ്ങനെയുള്ളവർ ഒരുപക്ഷെ പാസ്വേഡ് മറന്നുപോകാൻ സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ ഒരുപാട് പാസ്വേഡുകൾ ഉപയോഗിക്കുന്നതിനിടെ ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് ഓർത്തിരിക്കണമെന്നും ഇല്ല. തെറ്റ് പറ്റുക മനുഷ്യ സഹജമാണ്. ജിമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് മറക്കുക എന്നതും അതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് പാസ്വേഡ് മറന്നാലും വീണ്ടെടുക്കാനുള്ള ഓപ്ഷനും അതോടൊപ്പം തന്നെ നൽകിയിരിക്കുന്നത്. ഏത് പാസ്വേഡ് മറന്നാലും അതിനുള്ള പരിഹാരം എന്ന രീതിയിൽ ഫോർഗട്ട് പാസ്വേഡ് എന്ന ഓപ്ഷനും നൽകപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. കൂടാതെ ഒന്നിലേറെ തവണ ചെയ്യുമ്പോൾ പല പ്രതിബന്ധങ്ങളും നേരിടേണ്ടി വരികയും ചെയ്യാറുണ്ട്. പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടി വരും എന്നതാണ് ഫോർഗട്ട് പാസ്വേഡ് ഓപ്ഷൻ സ്വീകരിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന മറ്റൊരു ബുദ്ധിമുട്ട്. കൂടാതെ നമ്മൾ ലോഗിൻ ചെയ്യാൻ ഉപയോഗിച്ച ഫോണോ നമ്പറോ ഒക്കെ ആവശ്യമായി വന്നേക്കാം. എന്നാൽ ഇതൊക്കെ എപ്പോഴോ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ വീണ്ടും സങ്കീർണമാകുകയും ചെയ്യും. ഈ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നഷ്ടപ്പെട്ട പാസ്വേഡ് വീണ്ടെടുക്കാനുള്ള ഒരു വഴി നമ്മുടെ ഗൂഗിൾ ക്രോമിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഓട്ടോഫിൽ എന്നാണ് ഈ ഒരു ഫീച്ചറിന്റെ വിളിപ്പേര്. എന്നാൽ ഈ ഓട്ടോഫിൽ സേവനം ഫലപ്രദമായി ഉപയോഗിക്കണമെങ്കിൽ അതിന് നിങ്ങളുടെ ഐ ഡികളും പാസ്വേഡുമൊക്കെ നേരത്തെ തന്നെ ബ്രൗസറിൽ സേവ് ചെയ്തിട്ടുണ്ടാകണം. എങ്കിൽ മാത്രമേ ഈ വഴി സഞ്ചരിച്ചിട്ട് കാര്യമുള്ളൂ. എന്തായാലും പാസ്വേഡ് അതേപടി തിരിച്ചു കിട്ടാനുള്ള ഈ ഓട്ടോഫിൽ വഴിയിലൂടെ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടുന്നത് എന്ന് നാം അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് കയ്യിൽ ഉണ്ടായിരിക്കെ തന്നെ അന്വേഷിച്ച് അലയേണ്ട അവസ്ഥ ഉണ്ടാകുന്നില്ല. ഇതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ അഥവാ സ്മാർട്ട് ഫോണിന്റെ ക്രോം ബ്രൗസർ തുറക്കുക. അതിനുശേഷം അവിടെ വെബ്സൈറ്റിന്റെ വലത് കോണിൽ സെറ്റിംഗ്സ് എന്ന ഒരു ഓപ്ഷൻ കാണുന്നതാണ്. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് സ്ക്രീനിന്റെ അങ്ങേയറ്റത്തെ ഇടത് മൂലയിൽ ഓട്ടോഫിൽ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഈ ഓപ്ഷനിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അതിൽ വരുന്ന ആദ്യ ഓപ്ഷനായ പാസ്വേഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ക്രോമിൽ സേവ് ചെയ്തിട്ടുള്ള എല്ലാ അക്കൗണ്ടുകളുടെയും പാസ്വേഡുകൾ ഇവിടെ കാണാൻ കഴിയുന്നതാണ്. ഇവിടെ പാസ്വേഡ് വിസിബിലിറ്റി എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് 3 ഡോട്ടുകളിലോ ഹോട്ട് ഡോഗ് മെനുവിലോ ക്ലിക്ക് ചെയ്ത് മറന്നുപോയ ഐ ഡിയും പാസ്വേഡും കോപ്പി ചെയ്യാൻ സാധിക്കുന്നു. എന്നാൽ നിങ്ങൾ മുൻപ് ക്രോമിൽ പാസ്വേഡ് സേവ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ കാര്യം നടക്കില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പോൾ അക്കൗണ്ട് ആക്സസ് വീണ്ടെടുക്കാനുള്ള ഏക മാർഗം അത് റീസെറ്റ് ചെയ്യുക എന്നത് മാത്രമാണ്. ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് മാത്രമല്ല, ക്രോമിൽ സേവ് ചെയ്തിട്ടുള്ള ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ തുടങ്ങിയ എല്ലാത്തിൻ്റെയും പാസ്വേഡ് ഇത്തരത്തിൽ വീണ്ടെടുക്കാൻ കഴിയും എന്നതാണ് ഈ ക്രോം വഴിയുടെ പ്രത്യേകത. പാസ്വേഡ് റീസെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തലവേദന ഒഴിവാക്കിയുള്ള ഒരു എളുപ്പമാർഗമാണ് ഇത്. നിങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന സിസ്റ്റം ആണെങ്കിൽ അതിൽ പാസ്വേഡ് സേവ് ആക്കിയിട്ടാൽ എപ്പോൾ ലോഗിൻ ചെയ്താലും പാസ്വേഡ് എൻ്റർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇത് മാത്രമല്ല, ഇതുപോലെ അത്യാവശ്യ ഘട്ടങ്ങളിൽ പാസ്വേഡ് ആവശ്യമായി വന്നാൽ കണ്ടെത്താനും ഈ ഒരു മാർഗം ഏറെ ഉപകരിക്കും. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വിരൽത്തുമ്പിലെ വിസ്മയം. തയ്യാറാക്കി അവതരിപ്പിച്ചത് നാദിർ ഷാ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസ്.